विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिने नमस्ते सारस्वती देवी गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृन्द हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्णभक्ताय कृष्ण प्रभुपाद की जय गुरु महाराज की जय निताय गौर प्रेमानंदे हरे हरे कृष्ण मदयुगबन्धु मत्संगिन् मद्गुरु मन्महादना मन्निष्ठारगमद्भाग्य मदानन्दा नमोस्तुते ग्रंथराज श्रीमद्भागवतम की जय। श्रीमद्भागवतम षष्ठस्कंदम सप्तमो अध्याय श्लोकम 14 14ാമത്തെ ശ്ലോകം. അത് കാണാനല്ലോ സ്ക്രീനെ അല്ലേ? കാണാം പ്രഭുജി. ഹരേ കൃഷ്ണ. കാണാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം ഉപദദ്ദേഷ്ടൃണാം പദതാം തമസി ഹ്യദഃ യേ ശ്രദ്ധയുർവാചസ്തേ വൈമഞ്ചന്ത്യ സ്മ പ്ലവാ ഇവ. तेषाम् उपददेष्टॄणां पददां तमसि यदा ये श्रद्धयुर्व्याजस्ते वैमञ्चन्त्यस्म प्लवा इव. हरे कृष्ण. ओम नमो भगवते वासुदेवाय. ഓം നമോ ഭഗവതേ വാസുദേവായ. तेषाम् उपददेष्टॄणां पददां तमसि यदा തേഷാം ഉപദ്രഷ്ടൃണാം പദതാം തമസി ഹൃദാഃ ये श्रद्धयुर्वचस्ते वै मञ्चन्त्यस्म प्लवा इव. യേ ശ്രദ്ധദുർവജസ്തേ വൈമഞ്ചന്തി സ്മ तेषाम् उपददेष्टॄणां पददां तमसि यदः തേഷാം ഉപദ്രഷ്ടൃണാം തമസി ഹൃദാഃ ये श्रद्धयुर्वचस्ते वै मञ्चन्त्यस्म प्लवा इव. യേ ശ്രദ്ധദുർവജസ്തേ വൈമഞ്ചന്തി സ്മ हरे कृष्ण. ഓക്കെ, ഒരാളെ ചൊല്ലിക്കൊള്ളു. അംബിക കേശവി ദേവസ്മതിൽ ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം കുപതദേഷ്ടൃണാം പദതാം തമസി ഹ്യദഃ യേ ശ്രദ്ധധ്യുർവചസ്തേ വൈമജ്ജന്ത്യസ്മ പ്ലവാ ഇവ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജനാണ് മാതാജി ചൊല്ലിക്കൊള്ളു. हरे कृष्णा प्रभु जी. हरे कृष्णा. ओम नमो भगवते वासुदेवाय. तेषां कुबदते स्त्रीणां पततां तमसि यदः ये सद्ददोर्वजस्ते वै मज्जन्तस् अप्लवा ईदैव. हरे कृष्णा प्रभु जी. ഹരേ കൃഷ്ണ. സീതാരാമനുണ്ണി മാതാജി ചൊല്ലിക്കൊള്ളു.
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം കൃപദദേഷ്ട്രാണാം പദതാം തമസി ഹൃദഃ യേ ശ്രദ്ധാതിർവചസ്തേ വൈ മജ്ജന്ത്യ അസ്മപ്ലവ ഇവ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. രാമചന്ദ്ര പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. हरे सर्वदे ओम नमो भगवते वासुदेवाय तेषां कुपददेष्टानां पददां तमस्ति हितः ये श्रद्धेदुर्वजस्ते वै मजन्ते स्म प्लवा इव. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു. പത്മാകുമാരി മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ പ്രഭുജേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം കൃതദേഷ്ടാനാം പദതാം തമസ്തിഹ്യതഃ യേ ശ്രദ്ധത്യുർവചസ്തേ വൈ മജ്ജന്ത്യസ്മ പ്ലവാ ഇവ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സിന്ധുസിക്ക മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം കുപദദേഷ്ട്രിണാം പദതാം തമസി ഹരഃ യേ ശ്രദ്ധദ്യുർവജസ്തേ വൈ മജ്ജന്ത്യ അശ്മപ്ലവ ഇവ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സല ഷാജി മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തേഷാം കുപദദേഷ്ടാനാം പതതാം തമസി ഹ്യദഃ യേ ശ്രദ്ധദ്യുർവജസ്തേ വൈ മജ്ജന്ത്യസ്മ പ്ലവാ ഇവ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പങ്കജാക്ഷി മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം കുപദദേഷ്ട്യാണാം പദതാം തമസ്യ ഹ്യദഃ യേ ശ്രദ്ധാ ദുർവാജസ്തേ വൈ മഞ്ജത് അസ്മപ്ലവ ഇവ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം കുപദദേഷ്ടാനാം പദതാം തമസി ഹ്യദഃ യേ ശ്രദ്ധദ്യുർവജസ്തേ വൈ മജ്ജന്ത്യസ്മ പ്ലവ ഇവ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദ ശുഭാസനദി മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം കുപദദിഷ്ടാനാം പതതാം തമസി ഹൃദഃ യേ ശ്രദ്ധദുർവജസ്തേ വൈ മജ്ജന്ത്യസ്മ പ്ലവ ഇവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രമണ മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തേഷാം കൃപദേഷ്ട്യാനാം പതതാം തമസി ഹൃദഃ യേ ശ്രദ്ധദ്യുർവജസ്തേ യേ ശ്രദ്ധദ്യുർവജസ്തേ വൈ മജ്ജന്ത്യ ശമപ്ലവാ ഇവ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകങ്ങൾ ചൊല്ലാം. നമുക്ക് അന്ധകാരത്തിൽ നിബന്ധിച്ച നേതാക്കളും ജനങ്ങളെ വിപത്തിന്റെ പാത ചൂണ്ടിക്കാട്ടി തെറ്റായി നയിക്കുന്നവരും നേരത്തെ മുൻ ശ്ലോകത്തിൽ വിവരിച്ചതുപോലെ ഫലത്തിൽ ശിലാനിർമ്മിതമായ ഒരു വഞ്ചിയിൽ കയറുകയാണ് ചെയ്യുന്നത്. അവരെ അന്ധമായി പിന്തുടരുന്നവരും ഫലത്തിൽ അതാണ് ചെയ്യുന്നത്. കല്ലുകൊണ്ട് തീർത്ത വള്ളത്തിന് ജലത്തിൽ പൊങ്ങിക്കിടക്കാനാവില്ല. അതിലെ യാത്രക്കാരുമായി മുങ്ങിത്താഴും. അതുപോലെ ജനങ്ങളെ തെറ്റായി നയിക്കുന്നവർ നരകത്തിൽ പോകുന്നു, അവർക്കൊപ്പം അവരുടെ അനുയായികളും. ഭാവാർത്ഥ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. വൈദിക സാഹിത്യത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ശ്രീമദ് ഭാഗവതം 11:20-17 പറയുന്നു: നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. നമ്മൾ ബദ്ധാത്മാവുകൾ അജ്ഞാനാന്ധകാരത്തിന്റെ ആഴിയിൽ പതിച്ചിരിക്കുന്നു. പക്ഷേ മനുഷ്യ ശരീരം വളരെ നല്ലൊരു വഞ്ചി പോലെ ആകിയാൽ ആ ആഴിപ്പരപ്പ് തരണം ചെയ്യാൻ അതിന് നല്ലൊരു അവസരമുണ്ട്. ആധ്യാത്മിക ഗുരു ആ വഞ്ചിയുടെ അമരക്കാരനായി വർത്തിക്കുമ്പോൾ അതിന് നിഷ്പ്രയാസം സമുദ്രം തരണം ചെയ്യാൻ കഴിയും. അതോടൊപ്പം വൈദിക ജ്ഞാനോപദേശങ്ങളുടെ അനുകൂലമായ കാറ്റും സമുദ്രം തരണം ചെയ്യാൻ അതിനെ സഹായിക്കും. ഒരുവൻ അജ്ഞതയുടെ സമുദ്രം തരണം ചെയ്യാൻ ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താത്ത പക്ഷം തീർച്ചയായിട്ടും അവൻ ആത്മഹത്യ നടത്തുകയാണ്.
ശിലാനിർമ്മിതമായ വഞ്ചിയിൽ കയറുന്ന ഒരുവൻ മുങ്ങിപ്പോകും. പരിപൂർണതയുടെ തലത്തിലേക്ക് ബോധദീപ്തമാകുന്നതിന് മനുഷ്യ സമൂഹം ആദ്യം തന്നെ അവർക്ക് കല്ലുകൊണ്ട് നിർമ്മിച്ച വഞ്ചി സമ്മാനിക്കുന്ന വ്യാജ നേതാക്കളെ ഉപേക്ഷിക്കണം. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വേദങ്ങളുടെ നിലവാരമുള്ള ഉപദേശങ്ങൾ നിർബന്ധമായും അനുസരിക്കണമെന്ന നിലയിൽ വിപൽക്കരമായ അവസ്ഥയിലാണ് മനുഷ്യ സമൂഹത്തിലെ എല്ലാവരും. ഈ ഉപദേശങ്ങളുടെ സാരാംശം ഭഗവത്ഗീതയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഭഗവത്ഗീത മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എങ്ങനെ പൂർത്തീകരിക്കാമെന്ന് നേരിട്ട് ഉപദേശിക്കുന്നതിനാൽ ഒരുവൻ മറ്റുപദേശങ്ങളെയൊന്നും ശരണം പ്രാപിക്കരുത്. അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ പറയുന്നു, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. ധർമ്മത്തിന്റെ ഇതര പ്രക്രിയകളെല്ലാം ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കും. ഒരുവൻ ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്ത പുരുഷനായ ഭഗവാനായി സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അത്രയ്ക്ക് ശ്രേഷ്ഠങ്ങളും മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്രദങ്ങളുമാകിയാൽ അവ പിന്തുടരുന്ന വശം രക്ഷിക്കപ്പെടും. അല്ലാത്ത പക്ഷം അവൻ അനധികൃത ധ്യാനത്താലും കായിക അഭ്യാസം പോലുള്ള യോഗ പരിശീലനത്താലും വഞ്ചിക്കപ്പെടും. അപ്രകാരം അവൻ യാത്രക്കാരെയെല്ലാം മുങ്ങിത്താഴ്ത്തുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച വഞ്ചിയിൽ കയറുന്നു. ദൗർഭാഗ്യത്തിന് അമേരിക്കൻ ജനതയ്ക്ക് ഭൗതിക ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ അത്യന്തം ആകാംക്ഷയുണ്ടെങ്കിലും ചിലപ്പോൾ അവർ കല്ലുവഞ്ചികളുടെ നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതായി കാണപ്പെടുന്നു. ഇത് അവരെ സഹായിക്കുന്നില്ല. അവർ കൃഷ്ണൻ വാഗ്ദാനം ചെയ്യുന്ന കൃഷ്ണാബോധ പ്രസ്ഥാനം എന്ന ശരിയായ വഞ്ചി സ്വീകരിക്കണം. അപ്പോൾ അവർ നിഷ്പ്രയാസം രക്ഷിക്കപ്പെടും. ഇക്കാര്യത്തിൽ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, അശ്മമയപ്ലവോ യേഷാം തേ യഥാ മഞ്ജന്തം പ്ലവം അനുമഞ്ജന്തി തേതി രാജാ നീതി ഉപദേഷ്ടുസ്വ സ്വപേഷു കോപോ വ്യഞ്ജിത. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് കപടോപായം പ്രയോഗിക്കുന്ന രാഷ്ട്രീയ നയതന്ത്രജ്ഞയുടെ സമൂഹത്താൽ മാർഗദർശനം ചെയ്യപ്പെടുന്ന വശം അത് തീർച്ചയായിട്ടും ശിലാവഞ്ചി പോലെ മുങ്ങിപ്പോകും. രാഷ്ട്രീയ ഉപായവും നയതന്ത്രവും മാനവ സമൂഹത്തെ രക്ഷിക്കില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിനും ഈശ്വരനെ മനസ്സിലാക്കുന്നതിനും മനുഷ്യൻ എന്ന നിലയിലുള്ള ദൗത്യം പൂർത്തീകരിക്കുന്നതിനും ജനങ്ങൾ നിർബന്ധമായും കൃഷ്ണാബോധം സ്വീകരിക്കണം. പ്രഭുപാദ് കി ജയ്. 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധമഹം അമരമാചാര്യ മഗധാധീഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷട ശീർഷ്ണാതച്ചരണം സ്പൃശൻ. അദാഹം അമരമാചാര്യ മഗധാധീഷണം ദ്വിജം അദഹമാമരമാചാര്യാം മഗധാധീഷ്ണം ദ്വിജം പ്രസാദയിഷ്യേ നിഷടശീർഷ്ണാതച്ചരണം സ്പൃശൻ. അദാഹമരമാചാര്യ മഗധാധീഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷടശീർഷ്ണാതച്ചരണം സ്പൃശൻ. ഓക്കെ, നേരത്തെ ചൊല്ലാം, ബാക്കിയുള്ളവർ ചൊല്ലിക്കൊള്ളു. തങ്കമണി മതജി ചൊല്ലിക്കൊള്ളു. മതജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അതം അഹം അമര ആചാര്യ മഗധാധിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷട ശീർഷ്ണാതച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാരദജി നമ്പൂതിരി മാതജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാഹമരാചാര്യമഗാധധിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷട ശ്രീഷ്ണാതച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സാവിത്രി ഉപേശ്വരി ദേവദാസ് മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. പ്രണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാഹം അമരാചാര്യം അഗാധീഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷട ശീർഷണാതച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാരതീയമ്മ മാതാജി ചൊല്ലിക്കൊള്ളു. മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാഹമരാചാര്യം അഗാധാധിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷട ശീർഷ്ണം തച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വസന്ത മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാഹം അമരാചാര്യം അഗാധധിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷട ശീർഷ്ണാതച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.
അനിതകുമാരി മാതാജി ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാഹമരാചാര്യം അഗത ദീക്ഷണം ദ്വിജം പ്രസാദയിഷ്യേ നിശ്ച ശേഷ്ണാതചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സലാവബലൻ മാതാജി ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധം അഹം അമാചാര്യ അഗാതിരിഷണം വിജം പ്രസാദയിഷ്യേ നിഷട ശേഷ്ണാ തച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാന്താദേവി മാതാജി ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദാഹമരാചാര്യ മഗധാദീക്ഷണം ദ്വിജം പ്രസാദേ ശേഷനാഥരണം സ്പൃശം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാസി മാതാജി ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതാഹമരാചാര്യ അഗാധദിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷഠ ശീർഷാതച്ചരണം സ്പൃശം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സലായ മാതാജി ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അതാഹമരാചാര്യം അഗാധദിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷടാ ശീർഷാതച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ചേദ്യാചാരി മാതാജി ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അതാഹമരമാചാര്യ അഗാധദിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷട ശീർഷാതച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കൊള്ളൂ. സുജയ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഹമരാചാര്യമഖാദധിഷണം ദ്വിജം പ്രാസാദയിക്ഷേ നിഷടഃ ശീർഷ്ണാതച്ചരണം സ്പൃശൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കർത്തൃം ഭാവാർത്ഥം ചൊല്ലുന്നുണ്ടോ മാതാജി? ഓക്കെ. രഞ്ജന മാതാജി ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഹമരാചാര്യം അഗാധധിഷണം ദ്വിജം പ്രസാദയിഷ്യേ നിഷഠ ശീർഷ്ണാതച്ചരണം സ്പൃശൻ. ഓം തത്സദിതി. ഹരി ഓം തത്സ. ദേവേന്ദ്രൻ പറഞ്ഞു, അതിനാൽ ഞാനിപ്പോൾ ദേവന്മാരുടെ ആധ്യാത്മിക ഗുരുവായ ബൃഹസ്പതിയുടെ പാദകമലങ്ങളിൽ വളരെ തുറന്ന മനസ്സോടെ തീർത്തും വ്യാജമായി എന്റെ ശിരസ് നമിക്കാം. അദ്ദേഹം സത്വഗുണത്തിലായതിനാൽ എല്ലാ അറിവുകളിലും പൂർണ്ണതയുള്ളവനും ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനുമാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പാദകമലങ്ങളിൽ സ്പർശിച്ചും ആദരപ്രണാമങ്ങൾ അർപ്പിച്ചും അദ്ദേഹത്തെ സംതൃപ്തനാക്കാൻ ശ്രമിക്കാം. ഭാവാത്മ സ്വാമി ജയ്. വിവേകത്തിലേക്ക് തിരികെ വന്ന ദേവേന്ദ്രന് താൻ തന്റെ ആധ്യാത്മിക ഗുരു ബൃഹസ്പതിയുടെ വളരെ ആത്മാർത്ഥതയുള്ള ശിഷ്യനല്ലെന്ന് ബോധ്യമായി. അതുകൊണ്ട് ഇനിമേൽ താൻ നിഷടൻ നിർവ്യാജനായിരിക്കുമെന്ന് അവൻ സ്വയം തീരുമാനിച്ചു. നിഷട ശീർഷ്ണ തച്ചരണം. സ്പൃശൻ. അവന്റെ ആധ്യാത്മിക ഗുരുവിന്റെ കമലചരണങ്ങളിൽ ശിരസ് കൊണ്ട് സ്പർശിക്കുവാൻ തീരുമാനിച്ചു. ഈ ഉദാഹരണത്തിൽ നിന്നും വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ സിദ്ധാന്തീകരിക്കപ്പെട്ട ഈ തത്വം നാം പഠിക്കണം. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാ നഗതി കുതോപി. ഗുരു അഷ്ടകത്തിലെ വരികൾ അല്ലെ.
ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യത്താൽ ഒരുവൻ കൃഷ്ണകൃപയാൽ അനുഗ്രഹീതനാവുന്നു. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യമില്ലാത്ത ഒരുവനും ഒരു പുരോഗതിയും നേടാനാവില്ല. ഒരു ശിഷ്യൻ ഒരിക്കലും അവന്റെ ആധ്യാത്മിക ഗുരുവിനോട് കാപട്യമുള്ളവൻ അല്ലെങ്കിൽ അവിശ്വസ്തൻ ആയിരിക്കരുത്. ശ്രീമദ് ഭാഗവതം 11:17-27 ആധ്യാത്മിക ഗുരു ആചാര്യൻ എന്നും വിളിക്കപ്പെടുന്നു. ആചാര്യമാ വിജാനീയാൻ, ഒരുവൻ തന്റെ ആധ്യാത്മിക ഗുരുവിനെ ഭഗവാൻ തന്നെയായി സ്വീകരിച്ച് ബഹുമാനിക്കണമെന്ന് പരമദിവ്യോത്ത പുരുഷനായ ഭഗവാൻ പറയുന്നു. നാവമന്യേത കർഹിച്ചിത്, ഒരുവൻ അവന്റെ ആചാര്യനെ ഒരിക്കലും അനാദരിക്കരുത്. നമത്യബുദ്ധ്യാസൂയത, ഒരുവൻ ആചാര്യനെ ഒരു സാധാരണ വ്യക്തിയായി ഒരിക്കലും കരുതരുത്. സഹവാസവും ചിരപരിചിതത്വവും ചിലപ്പോൾ ചങ്ങാത്തമുണ്ടാക്കിയേക്കാം. പക്ഷേ ഒരുവൻ വളരെ സൂക്ഷ്മതയോടെ വേണം ആചാര്യനോട് പെരുമാറാൻ. അഗാധധിഷ്ണം ദ്വിജം, പരിപൂർണനായ ബ്രാഹ്മണനും ശിഷ്യന്റെ കർമ്മങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ അപരിമിതമായ ബുദ്ധിയുള്ളവനുമാണ് ആചാര്യൻ. ആകയാൽ ഭഗവത്ഗീത 4:34 ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിക്കുന്നു, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഒരാധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യം ഗ്രഹിക്കുവാൻ ശ്രമിക്കുക. അദ്ദേഹത്തോട് വിനീതമായി അന്വേഷിക്കുകയും അദ്ദേഹത്തിനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുക. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരാൾ സത്യം കണ്ടെത്തിയവനാകിയാൽ നിനക്ക് ജ്ഞാനോപദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിയും. ഒരുവൻ ആധ്യാത്മിക ഗുരുവിന് സമ്പൂർണമായി സമർപ്പണം ചെയ്യുകയും കൂടുതൽ ആധ്യാത്മിക ഉണർവിനായി സേവനത്തോടെ അഥവാ സേവയാ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്യണം. പ്രഭുപാദ് കീ ജയ്. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദ്രേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാരേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമഃ. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. നിതായ ഗൗരപ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. ഇന്നലെ അവസാനം എടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, ചിലപ്പോഴൊക്കെ ചില ആൾക്കാരൊക്കെ പറയും രാജാവ് മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നൊന്നുമില്ല, അല്ലെ? അവിടെ സിംഹാസനത്തിലിരിക്കുമ്പോൾ മറ്റുള്ള രാജാക്കന്മാരും മറ്റുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ബഹുമാനിക്കണം എന്നൊന്നുമില്ല. എന്നാലും ശാസ്ത്രങ്ങൾ പറയുന്നു ആധ്യാത്മിക ഗുരു അതുപോലെ തന്നെ ബ്രാഹ്മണർ, വൈഷ്ണവർ ഇവരെയൊക്കെ ബഹുമാനിക്കേണ്ടതാണ് എന്ന് പറയും, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നു അങ്ങനെ ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട്, അവിടുന്ന് എഴുന്നേൽക്കണമില്ല എന്നൊക്കെ. അതാണ് അവർക്ക് ശരിയായ ധാർമ്മിക തത്വമൊന്നും അറിയാത്തവനാണ് എന്നാണ് ഇവിടെ ദേവേന്ദ്രൻ പറയുന്നത്, അല്ലെ? ദേവേന്ദ്രന്റെ ഈ പെരുമാറ്റം കാരണം അവിടുന്ന് ബൃഹസ്പതി പോകാനുണ്ടായി, അല്ലെ? അപ്പൊ ഇവിടെ ഇന്ദ്രൻ തന്നെ വേറൊരു കാര്യം പറയുന്നത് വളരെ മനോഹരമായിട്ടൊരു ഉദാഹരണം പറയും. പുഴയിലൂടെയൊക്കെ സഞ്ചരിക്കുവാനായിട്ട് തോണി ഉണ്ടാക്കും, അല്ലെ? തോണി എന്തുകൊണ്ട് നിർമ്മിച്ചത്? മരം കൊണ്ടോ അല്ലെ മറ്റുള്ള അങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കുക, അല്ലെ? എന്നാൽ ഒരു കല്ലിനെ കൊണ്ട് ഒരു തോണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെ? ഒരു കല്ലിനെ കൊണ്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള തോണി ഉണ്ടാക്കിയിട്ട് അതിലെല്ലാവരെയും കയറ്റിയിട്ട് ജലത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ, വെള്ളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാല് എല്ലാവരും ആ തോണി അടക്കം മുങ്ങും, അല്ലെ? അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് 14-ാമത്തെ ശ്ലോകം. അതുപോലെയാണ്
സമൂഹത്തെ തെറ്റായി നയിക്കുന്നവരെന്ന് പറയുന്നത്. അവര് ജനങ്ങളെയൊക്കെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അന്ധകാരത്തിൽ നിബന്ധിച്ച നേതാക്കളും ജനങ്ങളെ വിപത്തിന്റെ പാത ചൂണ്ടിക്കാട്ടി തെറ്റായി നയിക്കുന്നവരും ഫലത്തിൽ ശിലാനിർമ്മിതമായ ഒരു വഞ്ചിയിൽ കയറുകയാണ് ചെയ്യുന്നത്. അവരെ അന്ധമായി പിന്തുടരുന്നവരും ഫലത്തിൽ അതാണ് ചെയ്യുന്നത്. കല്ലുകൊണ്ട് തീർത്ത വള്ളത്തിന് ജലത്തിൽ പൊങ്ങിക്കിടക്കാനാവില്ല, അത് അതിലെ യാത്രക്കാരുമായി മുങ്ങിത്താഴും. അതുപോലെ ജനങ്ങളെ തെറ്റായി നയിക്കുന്നവർ നരകത്തിൽ പോകുന്നു, അവർക്കൊപ്പം അവരുടെ അനുയായികൾ. സമൂഹത്തെ നയിക്കുന്നവരെ അല്ലെ, അത് ശരിയായവരല്ലെങ്കിൽ എന്താണ്, അവരെ പിന്തുടരുന്നവരെയും അവരെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് എന്താ പറയാ, ഒരു യഥാർത്ഥ ഭരണാധികാരി ഒരു ഭക്തനായിരിക്കണമെന്ന് നമുക്ക് ചരിത്രങ്ങൾ നോക്കി കാണാം. യുധിഷ്ഠിര മഹാരാജാവ് അല്ലെ, പരീക്ഷിത്ത് മഹാരാജാവ്, ഇവരൊക്കെ തന്നെ സത്യസന്ധരും ധർമ്മിഷ്ഠരും ഒക്കെ ആയിരുന്നു അല്ലെ. അങ്ങനെയുള്ള രാജാക്കന്മാരെയാണ് ഭഗവാന്റെ പ്രതീതിയായിട്ട് പറയുന്നത്. ഭഗവാൻ പറയുന്നു അല്ലെ, രാജാവ് എന്ന് പറയുന്നത് എന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നു അല്ലെ. വിഭൂതികൾ പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീത അല്ലെ, രാജാവ് ഭഗവാന്റെ പ്രതിനിധിയാണ്. എങ്ങനെയുള്ള രാജാവ്? സത്യസന്ധരും ധർമ്മിഷ്ഠരുമാണ്. എന്നാൽ പ്രഭുപാദർ ഇന്ന് പറയുന്നു, ഇന്ന് അന്ധന്മാരാണ് ജനങ്ങളെയൊക്കെ നയിക്കുന്നത് അല്ലെ. ഒരു അന്ധനൊരിക്കലും, ഒരു കണ്ണ് കാണാത്തവനൊരിക്കലും ഒരു വ്യക്തിയെ നേരായ വഴിയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ഒരു അന്ധനെ മറ്റൊരു അന്ധനെ സഹായിക്കുവാനായിട്ട് സാധിക്കില്ല അല്ലെ. ആര് വേണം? കാഴ്ചയുള്ളവൻ, കണ്ണ് കാണുന്നവന് മാത്രമേ ഒരു അന്ധനായാലും മറ്റുള്ളവരെയൊക്കെ നയിക്കാനായിട്ട് സാധിക്കൂ അല്ലെ. കൃഷ്ണാബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരാളെ ഇവിടെ ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് സാധിക്കൂ. അവരെ ഇവിടെയുള്ള ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തവരെന്താണ് അല്ലെ, പല പല തത്വങ്ങളും പ്രചരിപ്പിക്കുന്നവരെ കാണാം. ഭഗവാനില്ല അല്ലെ, നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നു അല്ലെ. എന്നാൽ അവരൊക്കെ ആരും അറിയാതെ അവിടെയൊക്കെ പോവും, ഭഗവാനെ കാണുകയും പ്രാർത്ഥിക്കുകയും വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യും അല്ലെ. അത് ഇന്ന് സർവ്വസാധാരണമായി. എന്നാൽ ജനങ്ങളെയൊക്കെ കബളിപ്പിക്കുന്നു, നിങ്ങള് ഇതൊന്നും ആചരിക്കരുത്, ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്നൊക്കെ അല്ലെ. എന്നാൽ അവരൊക്കെ വിശ്വസിക്കുകയും ചെയ്യും. നേതാക്കന്മാരെന്ന് പറയുന്നവര് അണികളെടുത്ത് വേറൊന്ന് പറയും, പ്രവർത്തിക്കുന്നത് വേറൊന്ന് അല്ലെ. അപ്പൊ എന്താ പേർക്ക് ഞങ്ങളെ നേതാക്കൾ? അവര് അമ്പലത്തിലേ പോക്കില്ല, പള്ളിയിലേ പോക്കില്ല, എവിടെയും പോക്കില്ല, അവർക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് അവർ പറയുന്നത്. പണികളൊക്കെ ഇത് വിശ്വസിച്ചിട്ട് അവരെന്താണ്, അവരെ പോലെയാണെന്ന് വിചാരിച്ചിട്ട് അതുപോലെ പ്രവർത്തിക്കും അല്ലെ. അവസാനം എന്താണ്, അണികളൊക്കെ ഈ വാക്കുകൾ കേട്ടിട്ട് അപകടങ്ങളിലേക്ക് പോകും, നരകങ്ങളിലേക്ക് പോകും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു കല്ല് കൊണ്ടുള്ള ആ ഒരു വഞ്ചിയിൽ കയറുന്നത് പോലെയാണ്. എന്തായാലും വെള്ളത്തിൽ ഒരു ചെറിയ കല്ലെടുത്തിട്ടാൽ തന്നെ അത് താഴേക്ക് പോകും അല്ലെ. അതിന് ആ കല്ലിനെ കൊണ്ടൊരു വഞ്ചി ഉണ്ടാക്കിയിട്ട് അതിലെല്ലാവരും കയറിയിരുന്നാൽ എന്താണ്, ആ കല്ലിന്റെ വഞ്ചിയുടെ ഭാരവും ആൾക്കാരുടെ ഭാരവും ഒക്കെ കൂടിയിട്ട് പിന്നെ താഴെ പോയാൽ പിന്നീട് ഇങ്ങോട്ട് വരാത്ത വിധത്തിലെത്തും അല്ലെ. അപ്പൊ അതുപോലെ നരകത്തിലേക്കാണ് ഇവരെയൊക്കെ നയിക്കുന്നത്, തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ ഇന്ദ്രൻ പറയുന്നത്. ഇവിടെ ഭാവാർത്ഥത്തില് പ്രഭാതർ പറയുന്നു, ശ്രീമദ് ഭാഗവതം 11:20-17 പറയുന്നത്, മൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. നമ്മൾ ബദ്ധാത്മാവുകൾ അജ്ഞാനാന്ധകാരത്തിന്റെ ആഴിയിൽ പതിച്ചിരിക്കുന്നു. നമ്മള് ഈ ഭൗതിക ലോകത്തില് പതിച്ചു പോയിട്ടാണുള്ളത് അല്ലെ, അതിലാർക്കും സംശയമില്ല അല്ലെ. അപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുക അല്ലെ. നമ്മളൊരു പൊട്ടക്കിണറിൽ വീണു അല്ലെ, അവിടെ കിടന്നിട്ട് നമ്മള് ആലോചിക്കുമല്ലോ വേണ്ടി, എങ്ങനെയാണ് ഞാനിവിടെ വീണത്, എന്തിനായിരിക്കും വീണത് അല്ലെ. അങ്ങനെയല്ല അല്ലെ, എങ്ങനെ രക്ഷപ്പെടാം അല്ലെ, അവിടെ നിന്ന് ആരെങ്കിലും സഹായത്തിന് വിളിക്കും അല്ലെ. അതുപോലെ നമ്മളെല്ലാം ഈ ഭൗതിക ലോകത്തില് പതിച്ചു പോയിരിക്കുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട്
ഭഗവാൻ നൽകിയിട്ടുള്ള എന്താ പറയാ, ഇപ്പൊ തോണിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ ഒരു കയറാണ്. ശില പ്രഭുപാദരുടെ ഒരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് പറയുന്നു, നമ്മുടെ ഈ ബ്രഹ്മവദ്ധ ഗൗഡീയ സമ്പ്രദായം എന്ന് പറയുന്നത്, അല്ലെ 4 സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള കയറാണ്. അതിലേതെങ്കിലും ഒരു സമ്പ്രദായം നമ്മൾ സ്വീകരിക്കുകയും ഭക്തി സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന്. ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് വഞ്ചി ഉണ്ടെന്ന് പറയും. അപ്പോ നമ്മളൊക്കെ ഇവിടെ വീണിട്ടാ ഉള്ളത് എന്ന് പറയുന്നു. പക്ഷെ മനുഷ്യ ശരീരം വളരെ നല്ലൊരു വഞ്ചി പോലെയാകിയാൽ ഈ ആഴ്പരപ്പ് തരണം ചെയ്യാൻ അതിന് നല്ലൊരു അവസരമുണ്ട്. നമ്മളൊക്കെ വീണു, എന്നാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു വഞ്ചി പോലെയാണ്. അത് തുഴഞ്ഞിട്ട് നമുക്ക് പോവാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ കല്ലിന്റെ വഞ്ചിയല്ല, യഥാർത്ഥത്തിൽ ഒരു മരത്തിന്റെ വഞ്ചിയാണ്. നല്ലൊരു ശരീരമാണ് നമുക്ക്, മനുഷ്യ ശരീരമാണ് ലഭിച്ചിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ വളരെ എളുപ്പം സാധിക്കും. എന്നാൽ അതിന് തുഴയാൻ അറിയുന്ന ഒരു വ്യക്തി വേണം, അല്ലെ? അതാണ് ആധ്യാത്മിക ഗുരുവാണെന്ന് പറയുന്നത്. ആധ്യാത്മിക ഗുരു ആ വഞ്ചിയുടെ അമരണക്കാരനായി വർത്തിക്കുമ്പോൾ അതിന് നിഷ്പ്രയാസം സമുദ്രം തരണം ചെയ്യാൻ കഴിയും. ശരിയായ രീതിയിൽ ആ വഞ്ചി തുഴയാൻ അറിയുന്നത്, നിയന്ത്രണം ഏറ്റെടുക്കാൻ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുകരെ എത്താൻ സാധിക്കും. അതുപോലെ ഈ ആധ്യാത്മിക ഭൗതിക ലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഭഗവാൻ അയച്ചിട്ടുള്ളതാണ് ആധ്യാത്മിക ഗുരുക്കന്മാരെ. അവരെ, ആ ഗുരുവിനെ സ്വീകരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു പോവാനായിട്ട് കഴിയുമെന്നാണ് പ്രഭുപാദർ പറയുന്നത്. ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതൊരു കപ്പലാണ് ഗോലോകത്തിലേക്ക് പോകുന്നത്, അല്ലെ ഒരു ഫ്ലൈറ്റ് ആണ് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ എന്തേ വേണ്ടു, ഇതിൽ കയറിയിരിക്കുകയോ വേണ്ടി, ഇതിന് ഇറങ്ങിപ്പോകാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് എവിടെ എത്തും? ലക്ഷ്യസ്ഥാനത്ത് എത്തും, അല്ലെ? നമ്മൾ പല സ്ഥലത്തേക്കും യാത്ര ചെയ്യും ഫ്ലൈറ്റിലൊക്കെ, അല്ലെ? എവിടേക്കാണോ അത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അവിടേക്ക് എത്തും, അല്ലെ? ഇവിടുന്ന് ഇപ്പോൾ ഡൽഹിയിലേക്കാണെങ്കിൽ ഡൽഹിയിൽ എത്തിച്ചേരും, അല്ലെ? അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എത്താൻ വഴിയില്ല, അല്ലെ? അതുപോലെ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭക്തിത സേവനങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവത് ധാമത്തിൽ എത്താൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ എത്തിയവര് ഇവിടുന്ന് വിട്ടുപോകരുത് എന്ന് പറയുന്ന പ്രഭുപാദർ. ഈ ഒരു കപ്പലിൽ കയറി അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ കയറിയവര് ഇവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എത്തിച്ചേരും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ. അപ്പൊ ആധ്യാത്മിക ഗുരു ഭഗവാന്റെ പ്രതീതിയാണ്, ഭഗവാൻ അയക്കുന്നതാണ് ഇങ്ങനെയുള്ള ബദ്ധജീവാത്മാക്കളെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ആധ്യാത്മിക ഗുരു അതിന്റെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു വഞ്ചിയാണ്. അത് നല്ല രീതിയിൽ തുഴയാൻ അറിയുന്ന അമരക്കാരനാണ് ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. അതുപോലെ ശാസ്ത്രങ്ങൾ, വൈദിക ശാസ്ത്രങ്ങള്, ഭഗവാന്റെ സന്ദേശങ്ങള്, ഇതൊക്കെ എന്താണ്? അനുകൂലമായിട്ടുള്ള കാറ്റ്, അല്ലെ? ആ വഞ്ചി ശരിയായ ദിശയിൽ പോകണമെങ്കിൽ നല്ല കാറ്റിന് അനുസരിച്ചിട്ട് കൊണ്ടുപോകണം, നിയന്ത്രിക്കണം, അല്ലെ? അപ്പോൾ അനുകൂലമായിട്ടുള്ള കാറ്റാണ് ഈ ശാസ്ത്രങ്ങൾ, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഭാഗവതം പറയുമ്പോൾ പറയും, അല്ലെ? അപാര സംസാര സമുദ്ര സേതും വചാമഹേ ഭാഗവത സ്വരൂപം. ഒരിക്കലും കര പിടിക്കാൻ കഴിയാത്ത അപാര സംസാര സമുദ്ര സേതു, ഒരിക്കലും എത്തിച്ചേരാനാവാത്ത ആ സമുദ്രം കടക്കുവാൻ, നിഷ്പ്രയാസം കടക്കുവാനായിട്ടുള്ള ബോട്ടാണ്, അല്ലെങ്കിൽ ഒരു പാലമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. വൈദിക ജ്ഞാനോപദേശങ്ങളുടെ അനുകൂലമായ കാറ്റും സമുദ്രം തരണം ചെയ്യാൻ അതിനെ സഹായിക്കും.
ഒരുവൻ അജ്ഞതയുടെ സമുദ്രം തരണം ചെയ്യാൻ ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താത്ത പക്ഷം തീർച്ചയായും അവൻ ആത്മഹത്യ നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോ വെള്ളത്തില് വീണു അല്ലെ, അപ്പൊ അവിടുന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് ആളെ അയച്ചു അല്ലെ. ഇവിടെയൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ പ്രളയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ, കേരളത്തിലൊക്കെ ചില സ്ഥലങ്ങൾ അല്ലെ. പോയി രക്ഷപ്പെടുത്തുവാനായിട്ട് സർക്കാർ പല സംവിധാനങ്ങളും അല്ലെ, പോലീസും ഫയർഫോഴ്സും അങ്ങനെയുള്ളവരൊക്കെ പല രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെ. അപ്പൊ അവരൊക്കെ വന്നിട്ട് അവര് പറയുമ്പോഴേ അവരുടെ കൂടെ രക്ഷപ്പെട്ട് വരണം അല്ലെ, അല്ലെങ്കിൽ എന്താണ് അവിടെ മുങ്ങിച്ചാവും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഭഗവാൻ നൽകിയിരിക്കുന്നു, നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം നൽകിയിരിക്കുന്നു അല്ലെ. അതിൽ തന്നെ കൃഷ്ണാബോധം നമുക്ക് ലഭിച്ചിരിക്കുന്നു, അതിലൊരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുവാനുള്ള അവസരവും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. അപ്പോ ഇതൊന്നും പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ, ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം ലഭിച്ചിട്ടും ഇതൊന്നും പ്രയോജനപ്പെടുത്താത്ത ഒരു വ്യക്തി അവന്റെ ആത്മാവിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്മഹന്താവ് ആത്മഹത്യ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. ഈ ആത്മാവിനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് ഇതൊക്കെ അല്ലെ. അത് ശരിയായ രീതിയിൽ പ്രയോജിക്കുന്നില്ലെങ്കിൽ ആത്മഹന്ത തന്നെ തന്നെ സ്വയം കൊല്ലുകയാണ് ചെയ്യുന്നത്, ആത്മഹത്യ നടത്തുകയാണ് ചെയ്യുന്നത്. ശിലാനിർമ്മിതമായ വഞ്ചിയിൽ കയറുന്ന ഒരുവൻ മുങ്ങിപ്പോവും. പരിപൂർണതയുടെ തലത്തിലേക്ക് ബോധദീപ്തരാകുന്നതിന് മനുഷ്യ സമൂഹം ആദ്യം തന്നെ അവർക്ക് കല്ലുകൊണ്ട് നിർമ്മിച്ച് വഞ്ചി സമ്മാനിക്കുന്ന വ്യാജ നേതാക്കളെ ഉപേക്ഷിക്കണം. രക്ഷിക്കപ്പെടണമെന്നെങ്കിൽ വേദങ്ങളുടെ നിലവാരമുള്ള ഉപദേശങ്ങൾ നിർബന്ധമായും അനുസരിക്കണമെന്ന വിപൽക്കരമായ അവസ്ഥയിലാണ് മനുഷ്യ സമൂഹത്തിലെ എല്ലാവരും. എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് വേണമെങ്കിൽ എന്താണ്, നിങ്ങൾ നേരത്തെ നിന്നിട്ടുള്ള ആ ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള തോണിയിൽ നിന്നു നിങ്ങൾ ഈ യഥാർത്ഥ തോണിയായിരിക്കുന്ന കൃഷ്ണാബോധ പ്രസ്ഥാനത്തിലേക്ക് വരണം അല്ലെ. ചില ആൾക്കാർക്കാണ് രണ്ട് തോണിയിലും കാലിട്ടിട്ട് നിൽക്കുന്നത്. നമുക്ക് അതും വേണം ഇതും വേണം അല്ലെ. നല്ലത് തന്നെയാണ്, എന്നാല് കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണാബോധമില്ലാത്ത വെറും ഭൗതിക കാര്യങ്ങൾ മാത്രമായി അല്ലെ. അതാണ് മായയുടെ സ്വാധീനം. അപ്പൊ ഇവിടെ പ്രഭുപാദർ പറയുന്നത്, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകണ്ടെങ്കിൽ എന്താണ്, ഈ നമുക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തുവാനാണ് ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് പല കപട നേതാക്കളെയും കാണാം. അവരെ നിങ്ങൾ ആദ്യം റിജക്ട് ചെയ്യണം, ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. എങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. ഒരു ഭഗവാൻ മാത്രമേ നമ്മുടെ യഥാർത്ഥ സുഹൃത്തും അഭ്യുതകാംക്ഷിയുമുള്ളൂ. ഭഗവാൻ പറയുന്നു അല്ലെ. ഞാൻ പറഞ്ഞു എല്ലാവരുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ് ഞാൻ അല്ലെ. ഭക്താരാം യജ്ഞതപസം സർവലോകമായി സുഹൃതം സർവഭൂതാനാം നാത്വാമാംശ. ഞാനാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തും അഭ്യുതകാംക്ഷി എന്ന് ഭഗവാൻ. എപ്പോഴും നമുക്ക് നല്ലത് വരുവാനായിട്ട് ഭഗവാൻ മാത്രമേ അറിയൂ. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും നമുക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചെന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നു, അവർക്കെന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്കൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ ലോകത്തിന്റെ യഥാർത്ഥ സ്ഥിതി. എന്നാൽ ഭഗവാന് ഒന്നും വേണ്ട. എന്താണ്, ഭഗവാൻ നമ്മളെ ഒക്കെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ ശാശ്വതമായ ലോകത്തിൽ ഉണ്ടായിരുന്നവരാണ്. നമ്മുടെ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മകനെ നഷ്ടപ്പെട്ടു, കാണാതായി അല്ലെ. അത് അവരന്വേഷിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അതുപോലെ ഭഗവാൻ എപ്പോഴും നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കലാണ്. ഈ ഒരു ജന്മമെങ്കിലും അവൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് വിചാരിച്ചിട്ട് ഓരോ ജന്മം. അപ്പൊ ഇവിടെ ഭൗതിക ആഗ്രഹങ്ങൾ വെച്ചിട്ട് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്നു. ഭഗവാൻ അവിടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ആധ്യാത്മിക ഗുരുവിനെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു. എന്നാൽ നമ്മൾ പറയുന്നു, നമുക്ക് ചായയും കാപ്പിയും ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ജീവിച്ചാൽ മതി, അവിടെ പോയിട്ട് ചായയും കാപ്പിയൊന്നും കുടിക്കാൻ കഴിയില്ല അങ്ങനെ വെച്ചിട്ടല്ലേ. അപ്പോ അങ്ങനെ പല സൗകര്യങ്ങളും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു. ഭഗവാൻ നമ്മളെ നേരിട്ട് വന്നിട്ട് കൊണ്ടുപോകാൻ നമ്മൾ അത്രയും ശുദ്ധ ഭക്തനാണ് അല്ലെ. അങ്ങനെയുള്ള ശുദ്ധ ഭക്തന്മാരെയൊക്കെ ഭഗവാൻ നേരിട്ട് വന്ന് തന്നെ കൊണ്ടുപോകും. അപ്പോ
ഭഗവാൻ ഓരോരോ ആൾക്കാരെയും അയക്കുന്നു നമ്മുടെ അടുത്തേക്ക്, അല്ലെ? അപ്പോൾ ആധ്യാത്മിക ഗുരുവിനെ അയക്കുന്നു, അതുപോലെ തന്നെ ആ ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ ഭഗവാന്റെ സന്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നു, അല്ലെ? ഇതൊക്കെ വായിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ കൃഷ്ണാബോധം പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എന്ന് പറയും. അതുകൊണ്ട് പ്രഭുപാദർ പറയുന്നു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ കപട നേതാക്കളെയൊക്കെ ഉപേക്ഷിക്കുവാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ആദ്യം തന്നെ നിങ്ങൾക്ക് കല്ലുകൊണ്ട് നിർമ്മിച്ച വഞ്ചി സമ്മാനിക്കുന്ന വ്യാജ നേതാക്കളെ ഉപേക്ഷിക്കണം. ഒരാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും വെള്ളത്തിൽ മുങ്ങിപ്പോവാത്ത തരത്തിലുള്ള ബോട്ട് വഞ്ചി നൽകണം, അല്ലെ? ബോട്ടായാലും ഫൈബർ കൊണ്ടുള്ള ഒക്കെ, അല്ലെ? അതിൽ ഭാരമുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അത് വെള്ളത്തിനടിയിത്താകും, അല്ലെ? അതുപോലെ തന്നെ ഈ കല്ല് കൊണ്ടുള്ളത് നിർമ്മിച്ചതായാലും ഒക്കെ, അല്ലെ? അപ്പോൾ ആ വെള്ളത്തിന് മുന്നിൽ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള, അല്ലെ, യഥാർത്ഥ ബോട്ട്, അതാണ് പറയുന്നത് ഈ എന്താ പറയാ, ഈ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളതാണ് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അതിനുള്ള യഥാർത്ഥ ഡ്രൈവർ, അല്ലെ, അതിന്റെ നിയന്ത്രകനാണ് ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. ശാസ്ത്രങ്ങൾ ശ്രീമദ് ഭാഗവതം പറയുന്നതാണ്, പ്രഭുപാദൻ പറയുന്നു 11ാം സ്കന്ധത്തിൽ പറയുന്നത്. അപ്പോ അതിനെ അനുകൂലമായിട്ടുള്ള കാറ്റെന്ന് പറയുന്നതാണ് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഇതിന്റെയൊക്കെ പ്രയോജനം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കുകയും നമ്മുടെ നേരത്തെയുള്ള വ്യാജ നേതാക്കന്മാരൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെട്ടു പോകും എന്ന് പറയും. രക്ഷിക്കപ്പെടണമെങ്കിൽ വേദങ്ങളുടെ നിലവാരമുള്ള ഉപദേശങ്ങൾ നിർബന്ധമായും അനുസരിക്കണമെന്ന നിലയിൽ വിപൽക്കരമായ അവസ്ഥയിലാണ് മനുഷ്യ സമൂഹത്തിൽ. ഈ ഉപദേശങ്ങളുടെ സാരാംശം ഭഗവത്ഗീതയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവത്ഗീത മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എങ്ങനെ പൂർത്തീകരിക്കാമെന്ന് നേരിട്ട് ഉപദേശിക്കുന്നതിനാൽ ഒരുവൻ മറ്റുപദേശങ്ങളെ ഒന്നും ശരണം പ്രാപിക്കരുത്. അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ പറയും, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രചായ. ധർമ്മത്തിന്റെ ഇതര പ്രക്രിയകളെല്ലാം ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കുക. ഒരുവൻ കൃഷ്ണ ഭഗവാൻ പരമദിയോത്ത കൃഷ്ണനായ ഭഗവാനായി സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അത്രയ്ക്ക് ശ്രേഷ്ഠങ്ങളും മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്രദങ്ങളുമാകിയാൽ അവ പിന്തുടരുന്ന പക്ഷം രക്ഷിക്കപ്പെടും. അല്ലാത്ത പക്ഷം അവ അനധികൃത ധ്യാനത്താലും കായികാഭ്യാസം പോലുള്ള യോഗ പരിശീലനത്താലും വഞ്ചിക്കപ്പെടും. അപ്പോ ആൾക്കാർ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട, കൃഷ്ണ ഭഗവാനെ ഭഗവാനായിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. എന്നാൽ നിങ്ങൾ കുറെ തത്വശാസ്ത്രങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും എഴുതിയിട്ടുള്ളത് ഇന്നയിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇസങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ, അല്ലെ? ആ തത്വങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനു പകരം നിങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീത നിങ്ങൾ പരിശീലിച്ചു നോക്കൂ, അതിൽ പറയുന്ന കാര്യങ്ങൾ പരിശീലിച്ചു നോക്കൂ. നിങ്ങൾ ഭഗവാനായിട്ട് കൃഷ്ണനെ വിശ്വസിക്കണ്ട എന്ന് പറയും. എന്നാൽ ആ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പഠിക്കൂ, ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ, അതിന്റെ പ്രയോജനം നേടാനായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാം. നിങ്ങൾ ഭഗവാനായിട്ട് അംഗീകരിക്കണ്ട എന്ന് പ്രഭുപാദർ പറയും. അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ഭഗവത്ഗീത പഠിക്കണം, ഭഗവത്ഗീതയിലെ സന്ദേശങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം എന്ന് പറയും. അപ്പോ മറ്റുള്ള പലതരത്തിലുള്ള വ്യായാമങ്ങൾ പോലുള്ള, അല്ലെ, യോഗ പരിശീലനം, മറ്റുള്ള ധ്യാനം, ഇതൊക്കെ നേരിട്ട് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന വഴിയല്ല. ഇങ്ങനെയുള്ള ധാരാളം വഴികൾ കാണിച്ചു തരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭക്തി മാർഗം, അല്ലെ, ഭക്തിയോഗം ഉപദേശിക്കുന്നത്. അതാണ് വളരെ സുഖമായിട്ട് ചെയ്യാൻ, സുസുഖം കർത്തും അവ്യം എന്നത് വളരെ എളുപ്പത്തിലും സുഖമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഭക്തിയോഗം എന്നത്. മറ്റുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്രകാരം അവൻ യാത്രക്കാരെയെല്ലാം മുങ്ങിത്താഴ്ത്തുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച വഞ്ചിയിൽ കയറി ദൗർഭാഗ്യത്തിന് അമേരിക്കൻ ജനതയ്ക്ക് ഭൗതിക ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ അത്യന്തം ആകാംക്ഷയുണ്ടെങ്കിലും ചിലപ്പോൾ അവർ കല്ലുവഞ്ചികളുടെ നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതായി കാണപ്പെടുന്നു. ഇത് അവരെ സഹായിക്കുന്നില്ല. അവർ കൃഷ്ണൻ വാഗ്ദാനം ചെയ്യുന്ന കൃഷ്ണാബോധ പ്രസ്ഥാനമാണ് ശരിയായ വഞ്ചി. കൃഷ്ണാബോധ പ്രസ്ഥാനം എന്ന ശരിയായ വഞ്ചി സ്വീകരിക്കണം, അപ്പോൾ അവർ നിഷ്പ്രയാസം രക്ഷിക്കപ്പെടും എന്ന്. എന്താണ്, അമേരിക്കയിലും പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ അവരെ കയറുന്നത് കല്ലുവഞ്ചിയിലാണ്. അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ശരിക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ട് കൃഷ്ണാബോധം സ്വീകരിക്കണമെന്ന് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്ന കാര്യം പറയുന്നു. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട്
കപടോപയോഗം പ്രയോഗിക്കുന്ന രാഷ്ട്രീയ നയതന്ത്രതയുടെ സമൂഹത്താൽ മാർഗദർശനം പെടുന്ന പക്ഷം അത് തീർച്ചയായിട്ടും ശിലാവഞ്ചി പോലെ മുങ്ങിപ്പോകും. രാഷ്ട്രീയ കപടോപായവും നയതന്ത്രവും മാനവ സമൂഹത്തെ രക്ഷിക്കില്ല. അല്ലെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ് അല്ലെ. കപട ഉപായങ്ങൾ, രാഷ്ട്രീയവും അതുപോലെ തന്നെ നയതന്ത്രവുമായിട്ടുള്ള പലതരത്തിലുള്ള കപട ഉപയോഗങ്ങളും ജനങ്ങളെയും ഓരോ രാജ്യങ്ങളെയും വഞ്ചിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. ഇതൊരിക്കലും ജനങ്ങളെ രക്ഷിക്കുവാനായിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിനും ഈശ്വരനെ മനസ്സിലാക്കുന്നതിനും മനുഷ്യൻ എന്ന നിലയിലുള്ള ദൗത്യം പൂർത്തീകരിക്കുന്ന ജനങ്ങൾ നിർബന്ധമായും കൃഷ്ണാബോധം സ്വീകരിക്കണം. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ഈ മനുഷ്യജന്മത്തിന്റെ ആ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും എല്ലാവരും കൃഷ്ണാബോധം സ്വീകരിക്കണമെന്ന് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ദേവേന്ദ്രൻ പറഞ്ഞു, അതിനാൽ ഞാനിപ്പോൾ ദേവന്മാരുടെ ആധ്യാത്മിക ഗുരുവായ ബൃഹസ്പതിയുടെ പാദകമലങ്ങൾ വളരെ തുറന്ന മനസ്സോടെ തീർത്തും നിർവ്യാജമായി എന്റെ ശിരസ് നമിക്കാം. അദ്ദേഹം സത്വഗുണമായതിനാൽ എല്ലാ അറിവുകളും പൂർണ്ണതയുള്ളവനും ബ്രാഹ്മണരിൽ ശ്രേഷ്ഠവനാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പാദകമലങ്ങൾ സ്പർശിച്ചും ആദര പ്രണാമങ്ങൾ അർപ്പിച്ചും അദ്ദേഹത്തെ സംതൃപ്തനാക്കാൻ ശ്രമിക്കാം. ദേവേന്ദ്രനെ നേരത്തെ പറഞ്ഞു അല്ലെ, ആദ്യം അങ്ങനെ അഹങ്കാരത്താൽ ഇങ്ങനെ ബൃഹസ്പതിയെ നിന്ദിച്ചെങ്കിലും അല്ലെ, അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല, അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകിയില്ല, അദ്ദേഹം വന്നത് പോലും ഗവനിച്ചില്ല അല്ലെ. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവുണ്ടായത്. ഇപ്പോൾ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ പോയിട്ട് നമസ്കരിക്കാം, അദ്ദേഹത്തിനോട് മാപ്പ് പറയാനായിട്ട് പറയുന്നു. നേരത്തെ പറഞ്ഞു അല്ലെ, അദ്ദേഹം അവിടെ നിൽക്കുന്ന ആ സമയം തന്നെ അവിടുന്ന് പോവുകയുണ്ടായ, ഒരു വാക്ക് പോലും പറയാതെ. ഭാഗത്ത് പറയുന്നു, ഇന്ദ്രനെ ഇപ്പോഴും മനസ്സിലാക്കി, ഞാൻ ഒരു ആത്മാർത്ഥതയുള്ള ശിഷ്യനല്ലെന്ന് ബോധ്യമായി എന്ന് പറഞ്ഞു. ഇനിമേൽ താൻ നിർവ്യാജനായിരിക്കുമെന്ന് അവൻ സ്വയം തീരുമാനിച്ചു. നിഷടാശീർഷ്ണ തച്ചരണം സ്പർശൻ. അവൻ അവന്റെ ആധ്യാത്മിക ഗുരുവിന്റെ കമലചരണങ്ങളെ ശിരസ് കൊണ്ട് സ്പർശിക്കുവാൻ തീരുമാനിച്ചു. ഈ ഉദാഹരണത്തിൽ നിന്നും വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ സിദ്ധാന്തരിക്കപ്പെട്ട ഈ തത്വം നാം പഠിക്കണം. അതാണ് ആ ആധ്യാത്മിക ഗുരുവിന്റെ അടുത്ത് അപരാധം ചെയ്തു, ഞാൻ ഒരു ശരിയായ ശിഷ്യനല്ല, അതുകൊണ്ട് ഞാൻ ആ ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് മാപ്പ് പറയാനായിട്ട് ആഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ വിശ്വനാഥ ചക്രവർത്തി, ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ കാരുണ്യം ലഭിക്കൂ അല്ലെ. ഗുരുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുക ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പറയും അല്ലെ. യസ്യ പ്രസാദാ ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാനവധി അല്ലെ. പലരും ചൊല്ലുമ്പോൾ യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാനവധി ഗുരുവിന് അല്ലെ. അതല്ല, യസ്യ രണ്ടാമത്തെ വരിയിൽ എന്താണ്? യസ്യ അപ്രസാദാൻ, യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാനവധി ഗുരുവി എന്നുള്ളത് കേട്ടോ. ആധ്യാത്മിക ഗുരുവിന്റെ കാരണത്താൽ ഒരുവന് കൃഷ്ണകൃപയാൽ അനുഗ്രഹീതനാകുന്നു. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യമില്ലാത്ത ഒരുവനും ഒരു പുരോഗതിയും നേടാനാവില്ല. ഇതാണ് ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. ഭഗവാന്റെ പ്രതീതിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേഗത്തിൽ ലഭിക്കും അല്ലെ. അദ്ദേഹത്തിന്റെ കാരുണ്യമില്ലെങ്കിൽ, ഗുരുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുക ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ആധ്യാത്മികമായിട്ട് പുരോഗതി നേടാനാവില്ല. ഒരു ശിഷ്യൻ ഒരിക്കലും അവന്റെ ആധ്യാത്മിക ഗുരുவோട് കാപട്യമുള്ളവൻ അല്ലെങ്കിൽ അവിശ്വസ്തൻ ആയിരിക്കരുത് എന്ന് പറഞ്ഞു.
ആധ്യാത്മിക ഗുരുവിനെ ഭഗവാൻ തന്നെയായി സ്വീകരിച്ച് ബഹുമാനിക്കണമെന്ന് പരമദിവ്യ പുരുഷനായ ഭഗവാൻ പറയുന്നു. ഒരിക്കലും ഒരുവൻ ആചാര്യനെ അനാദരിക്കരുത്. അതുപോലെ പറയുന്നു, നമർത്യ ബുദ്ധ്യാ സൂയേത. ഒരുവൻ ആചാര്യനെ ഒരു സാധാരണ വ്യക്തിയായി ഒരിക്കലും കരുതരുത്. ഒരു എന്താ പറയാ, നമ്മളെപ്പോലുള്ള ഒരു ബദ്ധജീവാത്മാവല്ല ഗുരു എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെ കരുതുകയാണെങ്കിൽ എന്താ പറയുന്നത്, അവര് നരകത്തിലേക്ക് പോകുമെന്നാണ്. എന്താ പറയുന്നത്, ഒരു ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഒരു വിഗ്രഹത്തെ ഒരു ശിലയായിട്ടോ ലോഹമായിട്ടോ ഒരു തടിക്കഷ്ണമായിട്ടോ കാണുന്നവൻ, അതുപോലെ ആധ്യാത്മിക ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണുന്നവൻ, അതുപോലെ വൈഷ്ണവരെ ജാതി ബുദ്ധി, വൈഷ്ണവരെ ഉയർന്ന വൈഷ്ണവർ, താഴ്ന്ന വൈഷ്ണവർ, അങ്ങനെ പലതരത്തിലും വൈഷ്ണവരെ തരംതിരിക്കുന്നവർ, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, വെളുത്തവൻ, കറുത്തവൻ, അല്ലെ? ഇങ്ങനെയുള്ള ജാതി ബുദ്ധി, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരെന്താ പറയുന്നത്, നരകത്തിലേക്ക് പതിച്ചു പോകുമെന്ന് ശാസ്ത്രങ്ങൾ പറയും. അപ്പൊ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രതിമാനഹിതു സാക്ഷാത്, ഒരു ക്ഷേത്രങ്ങളിലായാലോ വീടുകളിലായാലോ ഉള്ള ഒരു വിഗ്രഹം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അത് മാർബിൾ കൊണ്ടുണ്ടാക്കിയതാണ്, മരം കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ശില കൊണ്ടുണ്ടാക്കിയതാണ്, അങ്ങനെ കണക്കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്, ഭഗവാന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം നമ്മളെപ്പോലുള്ള ഒരു ബദ്ധജീവാത്മാവല്ല. ആധ്യാത്മിക ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണുന്നത് അപരാധമാണ്. അതുപോലെ വൈഷ്ണവര് ജാതി ബുദ്ധി, ഉയർന്ന വൈഷ്ണവൻ, താഴ്ന്ന വൈഷ്ണവൻ, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, വെളുത്തവൻ, കറുത്തവൻ, ഇങ്ങനെയൊക്കെ തരംതിരിക്കുന്നതും അപരാധമാണെന്ന് ശാസ്ത്രങ്ങൾ പറയും. ഒരുവൻ ആചാര്യനെ ഒരു സാധാരണ വ്യക്തി ഒരിക്കലും കരുത്. സഹവാസവും ചിരപരിചിതവും ചിലപ്പോൾ ചങ്ങാത്തമുണ്ടായേക്കാം. പക്ഷേ ഒരുവൻ വളരെ സൂക്ഷ്മതയോടെ വേണം ആചാര്യനോട് പെരുമാറാൻ. എന്താ പറയുക, ചിലപ്പോ ആചാര്യൻ ഗുരുവിന്റെ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്താ പറയാ, ഒരു സുഹൃത്തിനെ പോലെയൊക്കെ ചങ്ങാത്തം കൂടിയിട്ടൊക്കെ ആക്കാം. എന്നാലേ വളരെ സൂക്ഷ്മതയോടെ വേണം പെരുമാറാൻ എന്ന് പറയുന്നു. അപരാധങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അഗാധ ദിഷ്ണം ദിജം, പരിപൂർണനായ ബ്രാഹ്മണനും ശിഷ്യന്റെ കർമ്മങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ അപരിമിതമായ ബുദ്ധിയുള്ളവനുമാണ് ആചാര്യൻ. ആകയാൽ ഭഗവത്ഗീതയിൽ പറയുന്നു, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശം ജ്ഞാനം ജ്ഞാന തത്വദർശനായ, അല്ലെ? ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിന് സേവനങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനോട് വിനയപൂർവം അന്വേഷിച്ചറിയുവാനായിട്ട് പറയും, അല്ലെ? അവർക്ക് പരമസത്യത്തെ കുറിച്ച് പറഞ്ഞു തരുവാനായിട്ട് കഴിയുമെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന് സേവനങ്ങൾ ചെയ്യുന്നു, അല്ലെ? പരിപ്രശ്നേന സേവയാ എന്ന് പറയുന്നത് സേവനത്തോടെ അദ്ദേഹത്തെ സമീപിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ബാക്കി ഭാഗങ്ങൾ നമുക്ക് നേരത്തെ ക്ലാസ് നോക്കാം. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം ജയശ്രീ പ്രഭുപാദ് ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കയ്യെടുത്താമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ചുരുക്കാം. പഞ്ചകൽപതരൂപശ കൃപാസിന്ധുഭ്യവച പതിദാനാം ഭാവനഭ്യോ വൈഷ്ണവേഭ്യോ നമോ മാനന്ദഗുരു വൈഷ്ണവ ജയ പ്രഭുപാദ് ഗ്രന്ഥരാജ് ഹരേ കൃഷ്ണ. നാളെ അക്ഷയ തൃതീയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇന്നു മുതൽ അക്ഷയ തൃതീയ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അക്ഷയ തൃതീയ മുതലാണ് ചന്ദന യാത്ര. ചൂടുകാലത്ത് ഭഗവാനെ ചന്ദനം പുരട്ടി കൊടുക്കുന്ന ആ ഒരു ലീലകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് 21 ദിവസത്തേക്കിന് നാളെ മുതൽ ചന്ദന യാത്രയാണ്. ഭഗവാനെ ചന്ദനം പുരട്ടി കൊടുക്കുന്നു. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഇന്നും ആ തിഥിയിൽ എന്തോ ഒരു ചെറിയ ഇതുണ്ട്. അപ്പോൾ അത്
ഇന്നുമാണ്, നാളെയും കുറച്ച് ഉള്ളൂ, അതുകൊണ്ട് ഇന്നും ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് അക്ഷയ തൃതീയ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ചുരുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.